മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തു മാത്രം കണ്ടുവരുന്ന ചില അത്ഭുത പ്രതിഭാസങ്ങളാണ് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ദുരന്തങ്ങളോ കൊലയോ അക്രമമോ അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരാക്രമണമോ ബോംബ് സ്ഫോടനമോ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിയുന്ന ഒരു വിഭാഗം ക്ഷുദ്രജീവികൾ രാജ്യത്തോടൊപ്പം തോളോടു തോൾ ചേർന്ന് കൈകോർത്ത് സപ്പോർട്ടുമായി പിന്തുണയുമായി ശത്രുവിനെതിരെ നിന്ന് നിരന്തരം പോരാടേണ്ടുന്ന ചില സാഹചര്യങ്ങളിൽ അവരറിഞ്ഞോ അറിയാതെയോ രാജ്യത്തിന് പ്രതികൂലമാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പഹൽഗാം ഭീകരാക്രമണം അതിന്റെ വ്യക്തമായ തെളിവാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പഴയതിലേക്ക് എങ്ങും പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും നിരന്തരം നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മതതീവ്രവാദത്തെ പ്രീണിപ്പിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത് രാജ്യത്ത് തീവ്രവാദത്തെ വളർത്തുന്നതിൽ, തീവ്രവാദ സംഘടനകളെയും ആ നേതാക്കളെയും വളർത്തുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഇടത് വലത് സർക്കാരുകളെ തൽക്കാലം നമുക്ക് മാറ്റിവിടാം. അതിലേക്ക് നമുക്ക് കടക്കണ്ട. ഇവിടെ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാൻ പോലും സമ്മതിച്ചു, പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഇതിന്റെ പിന്നിൽ. അപ്പോഴും കേരളത്തിലെ ചില താത്താമാർക്കും കാക്കാമാർക്കും ഉസ്താദുമാരായിട്ടുള്ള മതപ്പൊട്ടന്മാർക്കും അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവര് ചോദിച്ചത് പാകിസ്ഥാനാണ് ഇത് ചെയ്തത് എന്നതിന് തെളിവെന്താണ് എന്നായിരുന്നു. കാരണം അവന്റെ വീട്ടില് പോസ്റ്റൽ വഴി ശക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന്, എന്നാലേ അവൻ വിശ്വസിക്കത്തുള്ളൂ എന്ന്, എന്നാലേ അവൻ അംഗീകരിക്കത്തുള്ളെന്ന്. വേറെ ചില താത്താമാര് വന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യണം, അതുകൊണ്ട് പാകിസ്ഥാനെ തിരിച്ചക്രമിക്കരുത്, എന്റെ ചങ്ക് പിടയുന്ന വേദനയാണ് എനിക്ക്. വേറെ ഒരുത്തി വന്ന് പറഞ്ഞത് എനിക്ക് മതം നോക്കണം, എനിക്ക് പ്രധാനമായിട്ടും മതമാണ് നോക്കാനുള്ളത്, രാഷ്ട്രം രണ്ടാമതാണ് എന്ന്. പക്ഷേ മറ്റ് മുസ്ലിം പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു രാഷ്ട്രം തന്നെയാണ് പ്രധാനം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ പല സന്ദർഭങ്ങളിലും ചതിച്ച ഇത്തരം മത തീവ്രവാദികളെ നമ്മൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് എന്ന് പഠിച്ചിരുന്നോ? ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ്, നമ്മുടെ മുക്കാൽവണ്ണിലെ ദാവൂദ് കാക്കയുടെ കരച്ചിലാണ്. നമ്മളെ കൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ല. കാരണം കാക്ക ജമാഅത്തെ ഇസ്ലാമിക്കു വേണ്ടി, ഇസ്ലാം മതരാഷ്ട്രവാദത്തിന് വേണ്ടി നെഞ്ചിലിടിച്ച് വിലപിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് കാക്കയ്ക്ക് പറ്റുന്നില്ല. കാരണം നെഞ്ചിലിടിക്കേണ്ടതും കാക്കയാണ്, കരയേണ്ടതും കാക്കയാണ്, പറയേണ്ടതും കാക്കയാണ്. മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. മൂന്നും കാക്ക ഒറ്റയ്ക്ക് ചെയ്യണം. അതുകൊണ്ട് നെഞ്ചിലിടിക്കാൻ ആളെ ക്ഷണിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാണെങ്കിൽ സ്വാഗതം. ഇനിയും കരയാനാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ആയിരിക്കും നല്ലത്. പിന്നെ പറയാൻ അത് കാക്ക അങ്ങ് പറഞ്ഞോളും. അപ്പൊ കാക്കയുടെ കരച്ചിലുണ്ടല്ലോ, വല്ലാത്ത കരച്ചിലാണ്. കാക്ക ഇപ്പോൾ ഭഗത് സിംഗിനെ ചൊറിയാനാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് ഭഗത് സിംഗിന് പകരം നമ്മൾ വാരിയംകുന്നനെ എടുത്ത് ഒന്ന് കുരിശിൽ തറച്ച് മുകളിൽ വെച്ചാലോ, എന്നിട്ട് പൂവിട്ട് പൂജിക്കാം 5 നേരവും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് എന്ന് പഠിച്ചിരുന്നോ? ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് പറയാ. ധീരദേശാഭിമാനി കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ. അത് തെറ്റിപ്പാൽ ഇമ്പോസിനൊക്കെ എഴുതും. പുള്ളിക്കാരൻ എന്താ പരിപാടി? പുള്ളിക്കാരൻ പിന്നെ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. മനസ്സിലായില്ലേ? ഒരു മജിസ്ട്രേറ്റിന്റെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. അതിന്റെ പേരിലാണ് അങ്ങേരെ തൂക്കിക്കൊന്നത്. അപ്പോ അയാൾ എന്തും പറഞ്ഞിട്ടാണ് തൂക്കിക്കൊന്നത്? അയാള് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തൂക്കിക്കൊന്നത്. പക്ഷെ 1947 August 15 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോ കലണ്ടറിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായപ്പോ അയാൾ എന്തായി? അയാൾ ധീരദേശാഭിമാനിയായി. അപ്പൊ 1947 August 15 മുമ്പ് അയാൾ എന്തായിരുന്നു? അയാള് ഭീകരവാദിയായിരുന്നു, തീവ്രവാദിയായിരുന്നു, കുഴപ്പക്കാരനായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ 40 August 15 കഴിഞ്ഞപ്പോൾ അയാള് ഷഹീദ് ആയി, ധീര ദേശാഭിമാനിയായി, അങ്ങനെ പലതുമായി. അപ്പൊ ഒരു കലണ്ടർ മാറ്റത്തോടു കൂടി ഒരാൾക്കെതിരെയുള്ള ആക്ഷേപത്തിൽ മാറ്റം വരികയാണ്. അത്രേ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരാളെ തീവ്രവാദി എന്നോ വർഗീയവാദി അല്ലെ വേറെന്തേലും വാദി എന്നൊക്കെ വിളിക്കുന്നത് അത്
എന്താണ് കാക്ക ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഏതെങ്കിലും ജയിലിൽ ബോംബ് വെച്ച വ്യക്തിയാണ് ഭഗത് സിംഗ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്സിലേക്ക് കിടക്കുന്നില്ല. ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇസ്ലാം മതം സ്വീകരിക്കാത്തതിന്റെ പേരിൽ കുരുതി കൊടുത്ത ടിപ്പു ആരാ? ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആളുകളെ സജ്ജീകരിക്കുകയും ചെയ്ത 1921 ഒരു മാപ്പിള കലാപം, മലബാർ കലാപത്തിനാക്കം കൂട്ടി അതിന് നേതൃത്വം വഹിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരാ? മുഗൾ ചക്രവർത്തിമാരൊക്കെ ഈ രാജ്യത്തോട് എന്താ ചെയ്തത്? യഹിയാ സിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ ആരാ? അവരൊക്കെ എന്താ ഈ രാജ്യത്തോട് ചെയ്തത്? ഉളുപ്പാകുന്നില്ലേ നിങ്ങൾക്കൊന്നും? ദാവൂദ് ഹിക്കായിക്ക് വലിയ വേദന ആ വിഷയത്തിലാണ്. എനിക്ക് ഇവരുടെയൊക്കെ സ്വരം ഏതാണ്ട് പാകിസ്ഥാൻ വിഷയത്തിൽ ഒരേപോലെയാണ് എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. ഇവിടെ CPM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാട് നോക്കുക. എല്ലാവരും അകൈതവുമായിട്ട് സർക്കാരിനും സൈന്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു ഇല്ലേ? അങ്ങനെ ചെയ്ത് DMK അങ്ങനെയാണ് ചെയ്തത്. ആ സർക്കാരിന്റെ വലിയൊരു വിമർശകനായ പാകിസ്ഥാൻ പക്ഷപാതി എന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന OIC അങ്ങനെ നിലപാടാണ് സ്വീകരിച്ചത്. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അങ്ങനെയാണ് നിലപാടെടുത്തത്. മമതാ ബാനർജി അങ്ങനെയാണ് നിലപാടെടുത്തത്. ഇവർക്ക് ആർക്കും ഒരു സംശയമില്ല ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിന്റെ പ്രാപ്തിയെ കുറിച്ചോ ഒന്നും സംശയമില്ല. സംശയമുള്ളൊരു കൂട്ടർ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന്റെ ലീഡർ ആദ്യം തന്നെ പ്രിയങ്ക വാദ്രയുടെ കെട്ടിയോനുണ്ടല്ലോ, റോബർട്ട് വാദ്രയോ അങ്ങനെയാണെന്ന് തോന്നുന്നയുടെ പേര്. അയാൾ എന്താ പറഞ്ഞത്? അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നില്ല. അപ്പോഴും രാജ്യത്തിനെതിരെ തിരിയാനാ ശ്രമിച്ചത്, പാകിസ്ഥാനെ ന്യായീകരിക്കാൻ, പാകിസ്ഥാനെ സുഖിപ്പിക്കാൻ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ വാദ്രയ്ക്ക് കൗതുകം. തന്നെ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ചിദംബരം പറഞ്ഞത് ബുദ്ധിപൂർവമായ തീരുമാനമെടുത്താണ്. തരൂര് പറഞ്ഞ് ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന്. മറ്റു പല നേതാക്കളും ഏതാണ്ട് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന ചില അതിബുദ്ധിമാന്മാർ എല്ലാത്തിനും തെളിവ് ചോദിക്കണം. അവര് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാൻ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും. അവരുടെ സംശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൂടി പ്രതിധ്വനിക്കുന്നത്. കോൺഗ്രസുകാരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അജണ്ട ഒന്നും തന്നെയാണ്. ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമൊക്കെയാണ്. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് സംശയമുള്ളൂ. പാകിസ്ഥാൻ പോലും സംശയമില്ല. കാരണം അവരെ അനുഭവിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ചില ഈ ഞാഞ്ഞൂളുകൾ അവര് രാജവെമ്പാലകളായിട്ട് പാത്തി വിടർത്തുകയും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ കുഴി അവർ തന്നെ കുഴിക്കണം. അവർക്കത് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ്സുകാർ ഇതുപോലെ വിടുവായത്വം പറയുകയും രാജ്യ താല്പര്യത്തിനെതിരായിട്ട് പ്രസ്താവനകൾ ഇറക്കി പ്രായണ പാകിസ്ഥാനി തീവ്രവാദികളെ അനുകൂലിക്കുകയും പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനത്തോടാണ് കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായത്. അത് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായില്ല, ഇനി മനസ്സിലാക്കിയില്ല. ഇതാണ് പ്രശ്നം. ഇതിപ്പോ കഴിഞ്ഞ കുറെ നാളായി ഇവരുടെ ഈ രാജ്യവിരുദ്ധത കൊണ്ട് തന്നെയാണല്ലോ ഇന്ന് കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും ഇത്രയും പരാജയത്തിന്റെ കയ്പ് നീരനുഭവിക്കാൻ കാരണം. എന്നിട്ടും അവരുടെ രാജ്യവിരുദ്ധതയ്ക്ക് മാത്രം തരിമ്പും കുറവില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു മൂല്യച്യുതിയുടെ ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? കാരണം 2019 സംഭവിച്ചു. പലപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ സംഭവിക്കുന്ന വീഴ്ച എന്നോണം രാഹുൽ ഗാന്ധി പോലും ഉയർത്തിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ആയുധമാക്കിയിട്ടുണ്ട് UN പോലും. ഇപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അവർ അത്തരത്തിലൊരു പൊട്ടത്തരം കാണിക്കുകയാണോ? അവര് ഇതുവരെ അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും അത് തന്നെ ചെയ്യും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. അത് എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ നേരത്തെ അറിഞ്ഞില്ല? നേരത്തെ അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇവരെ അറിഞ്ഞില്ല? ഈ തീവ്രവാദികൾ എവിടെ പോയി? അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾ CRPC അനുസരിച്ച് എന്ത് നടപടി സ്വീകരിച്ചു? ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. അവർ ഏത് മാളത്തിലാണ് വിളിച്ചിരിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിൽ എന്ത് തെളിവാണ്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇവിടുത്തെ എത്ര ബോംബാണ് അവിടെ കൊണ്ടുപോയിട്ടത്? അവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടായത്? ഈ നാശനഷ്ടം ഉണ്ടായെന്നുള്ളതിന് രേഖാപരമായ വല്ല തെളിവുണ്ട്? പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിൽ അടി എങ്ങനെയാണ്? എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? എത്ര ടാങ്കുകൾ നഷ്ടപ്പെട്ടു? ഇങ്ങനെയൊക്കെ ഒരു വലിയ ചോദ്യാവലിയുമായിട്ട് AICC ആഫീസിൽ നിന്നുള്ള ദൂതന്മാർ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വൈതാളികന്മാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ എഴുതി കൊടുത്ത ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ നേരിടുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അജണ്ട തീരുമാനിക്കുന്ന മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ചിത്രശക്തികളും വിധ്വംസന ശക്തികളുമാണ്. ഇത് പറയുന്നത് നമുക്ക് വിഷമമുണ്ട്. എനിക്കിപ്പോഴും സത്യവാദമാണ്. രാജ്യ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിത് ചെയ്യും. കാരണം അവരിങ്ങനെ മുസ്ലിം തീവ്രവാദികൾക്കു വേണ്ടിയും പാകിസ്ഥാന്റെ മതരാഷ്ട്രവാദത്തിനു വേണ്ടിയും ഇന്നും ഇന്നലെയും തുടങ്ങിയ വിടുപണിയല്ല. കുറെ കാലങ്ങളായി ഇവർ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പണി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇതൊന്നും അത്ര വില പോകുന്നില്ല.
വരുന്ന 25-50 കൊല്ലത്തിനിടയിൽ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ കടിഞ്ഞാൺ BJPയുടെ കയ്യിലായാൽ മാത്രമേ ഈ രാജ്യത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു മേൽഗതി ഉണ്ടാകൂ. നന്ദി.